ഹായ്, എല്ലാവർക്കും AVG വേൾഡ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ LP-UP ഇൻ്റർവ്യൂ ആയിട്ടുള്ള ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അതായത് എന്താ വെച്ചാൽ നമുക്കറിയാം ഇപ്പം ഷോർട്ട് ലിസ്റ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. LP-UPൻ്റെ എല്ലാ ജില്ലേൻ്റെ ഏകദേശം ആയെന്ന് തോന്നുന്നു, വന്നിട്ട് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു കടമ്പയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു മാർക്കിൻ്റെ വ്യത്യാസം പോലും നമ്മളെ റാങ്കിൽ വലിയ വേരിയേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെ, പോയിൻ്റ് മാർക്കിൻ്റെ വ്യത്യാസം പോലും വലിയൊരു വേരിയേഷൻ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് അതുകൊണ്ട് വളരെ നിർണായകമാണെന്ന് നമുക്ക് പറയാം. അത് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇൻ്റർവ്യൂവിന് നമ്മൾ കൂളായിട്ടേ നമ്മൾ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ഇപ്പോൾ UPൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, HSIൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, HSST ഈ 3 ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ UPൻ്റെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമ്മൾ PSC പോയി അതിനുശേഷം നമ്മൾ വെരിഫിക്കേഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ബാച്ചായിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറി ഇരിക്കാൻ പറയും. അപ്പോൾ അടുത്തത് പോകുമ്പോൾ അടുത്ത ആൾ അങ്ങനെയാണ്. നമ്മൾ ഉള്ളിൽ കുറച്ചാൾ കയറ്റും, ഒരു ബാച്ചായിട്ടാണ് കയറ്റുക. അപ്പോൾ ഓരോരുത്തരായിട്ട് കയറി അങ്ങനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ. ഉള്ളിൽ കയറിയതിന് ശേഷം ഓരോരുത്തരായിട്ട് പോവുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, വരും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് വെച്ചാൽ ടീച്ചറാണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ സാരി ഉടുത്തിട്ടേ നമ്മൾ പോകാൻ പാടുള്ളൂ, അങ്ങനെയുള്ള രീതിയിലാണ് എല്ലാവരും പറയുക, അല്ലേ? ടീച്ചിങ് ഇൻ്റർവ്യൂവിന് ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താ, ഇൻ്റർവ്യൂവിന് സാരി മസ്റ്റാന്ന് പറയും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സാരി ഉടുത്ത് പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം സാരി ഉടുത്ത് ഇൻ്റർവ്യൂവിനായിട്ട് സാരിയൊക്കെ ഉടുത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനോ ഒരു കംഫേർട്ട് ഇല്ലാത്ത രീതിയായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ നടത്തത്തിലും നമ്മളെ ഒരു ഇതിലും എല്ലാം നമ്മളെ അപ്പിയറൻസിലെല്ലാം നമുക്കിടയ്ക്ക് നമ്മളിങ്ങനെ ആയിക്കൊണ്ടിരിക്കും, അല്ലെ? സാരി ശരിയാവുന്നില്ല, അവിടെ നിന്നൊക്കെ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കും, അല്ലേ? സാരി ഉടുക്കാത്ത ഒരാൾ സാരി ഉടുത്തിട്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ സാരി ഉടുത്ത് ശീലമുള്ളവരാണ് സാരി ഉടുത്തിട്ട് പോവുക ഇൻ്റർവ്യൂവിന്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും നമുക്ക് കംഫേർട്ടായ ഡ്രസ്സ് ഇടുക. സാരി ആയി പോലും ചുരിദാറായി പോലും നമ്മൾ കംഫേർട്ടായിട്ട് നമുക്ക് എന്താണ് നമ്മളെ കംഫേർട്ട്, നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരുന്നത് ഏത് ഡ്രസ്സ് ഇടുമ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ പോവുക. അത് ചുരിദാറായിക്കോട്ടെ സാരി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ കുഴപ്പമില്ല. പക്ഷേ ഈ ഡ്രസ്സിങ് പോകുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സർവാഭരണ വിഭൂഷിയായിട്ടോ അല്ലെങ്കിൽ എന്താ പളവളാ മിന്നുന്ന ഡ്രസ്സ് ഇട്ടിട്ടോ വളരെ അട്രാക്ഷൻ തോന്നുന്ന കളറുള്ള ഡ്രസ്സ് ഇട്ടിട്ടോ അങ്ങനെയൊന്നും പോകാതിരിക്കുക. നമ്മളൊരു ടീച്ചറിൻ്റെ ഇൻ്റർവ്യൂവിനാണ് പോകുന്നത്. നമുക്കറിയാം നമ്മൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണ്. ആ കുട്ടികൾ അവിടെ നിൽക്കുമ്പോൾ ടീച്ചർ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം, അല്ലെ? ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ടീച്ചറെ ഡ്രസ്സ് നോക്കിയേ, അല്ലെ ടീച്ചറെ കമ്മൽ നോക്കിയേ, മാല നോക്കിയേ, അങ്ങനെ പറയിപ്പിക്കാൻ ഇടവരുത്തുന്ന ഒരു ഡ്രസ്സുകളും നമ്മൾ എന്ത് ചെയ്യുക, ഇടാതിരിക്കുക. ഇൻ്റർവ്യൂവിന് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇടാതിരിക്കുക. നമുക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ്, നല്ലൊരു കോട്ടൺ ചുരിദാറോ അല്ലെങ്കിൽ സാരി, നല്ലൊരു പളവളാ മിന്നുന്ന സാരിയൊന്നും ഇടാതെ നല്ലൊരു സാരി, കോട്ടൺ സാരിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിട്ട് ഇൻ്റർവ്യൂവിന് പോവുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ബാക്കി നിങ്ങളെ ഇഷ്ടം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻ്റർവ്യൂവിലേക്ക് കടക്കുകയെന്ന്, അല്ലേ? ഇൻ്റർവ്യൂവിലേക്ക് നമ്മൾ പോകുമ്പോൾ മേ കമിൻ സാറിനോ അല്ലെങ്കിൽ സാറിന് വിളിച്ചിട്ട് നമ്മൾ ഡോറോൺ സാറിന് വിളിച്ചിട്ടോ അപ്പോൾ അവരൊരു വന്നിരിക്കുമെന്ന് പറയും. അപ്പോൾ നമ്മൾ ആടുന്ന് തൊട്ട് അവരെന്ത് ചെയ്യും, നമ്മളെ വാച്ച് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഓരോ ബിഹേവിയർ അവർ വാച്ച് ചെയ്യാൻ, നമ്മൾ ആ ഡോറ് തുറന്ന് അവരെ മുന്നിൽ ഇരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ പോയിരുന്ന് ചില ആളുടെ ഇരിക്കാൻ പറഞ്ഞപാട് അവർ നമ്മൾ എന്ത് ചെയ്യും, നല്ല ചെയർ ഇങ്ങനെ പിടിച്ച് വലിച്ച് അവിടെ വന്നിരിക്കും. അങ്ങനെ ചെയർ ഭയങ്കരമായിട്ട് പിടിച്ച് വലിച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ചെയർ പതുക്കെ ഒന്ന് നീക്കുക. അപ്പോൾ നമ്മളെ കയ്യിൽ എന്തുണ്ടാവും, നമ്മളെ കയ്യിൽ ഫയലുണ്ടാവും. നമ്മൾ മൊബൈലോ അല്ലെങ്കിൽ നമ്മളെ ബാഗോ ഒന്നും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻ്റർവ്യൂവിൻ്റെ റൂമിലേക്ക് പോകാൻ പാടില്ല. എല്ലാം പുറത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫയൽ നമ്മളെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വേണം. എല്ലാം നല്ല കൃത്യമായിട്ട് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫയൽ എന്ത് ചെയ്യുക, ഫയൽ നമ്മൾ മടിയിൽ വെക്കാതെ മുന്നിലുള്ള ടേബിളിൽ വെച്ച് നമ്മൾ നല്ല കംഫർട്ടായി നമ്മൾ ഇങ്ങനെ കൂടി ഇരിക്കാനോ ഇങ്ങനെ ഇരിക്കാനോ ഒന്നും പാടില്ല. നമ്മൾ നല്ല കംഫർട്ടായിട്ട് അവരെ മുന്നിൽ ഇരിക്കുക. നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുമെന്ന്, അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇരിക്കുക. അപ്പോൾ ഗുഡ് മോർണിംഗോ അങ്ങനെ എന്തോ പറയാം, നമ്മൾ കയറി ചെന്നപാട് ഗുഡ് മോർണിംഗോ അങ്ങനെ എന്തോ വേണം പറയാം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളോട് ചിലപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കാം. നമ്മളെ വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് എന്ത് ചെയ്യുക, ചോദിക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബയോഡാറ്റ അവരെ കയ്യിലുണ്ടാവും. നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ബയോഡാറ്റ അവരെ കയ്യിലുണ്ടാവും. അത് നോക്കിയിട്ടാണ് പിന്നെയുള്ള അവരെ ചോദ്യങ്ങൾ മിക്കവാറും ഉണ്ടാകാറ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക,
നമ്മളെ അഡ്രസ്സും നമ്മളെ സ്ഥലങ്ങൾ നമ്മളെല്ലാം നമ്മളതിൽ എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സ്ഥലങ്ങളെ പേര് വെച്ചിട്ട് വരെ നമ്മൾ ചോദ്യം ചോദിക്കാം. കാരണം വെച്ചാൽ നമ്മൾ ഇന്നതാണല്ലോ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ അതിൻ്റെ ഐതിഹ്യം എന്താണ് ചോദിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാം. ഇതിൻ്റെ ഐതിഹ്യം എന്താണ്, അതെന്താണ് ഇതെന്നാന്നൊക്കെ ചോദിക്കാം. നമ്മൾ മെയിൻ സബ്ജക്റ്റ് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ലവരാണ് ചിലപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാം. പിന്നെ നമ്മൾ പഠിച്ച കോളേജിനെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അത് അങ്ങനെയല്ല, എന്തെങ്കിലും പേര് എന്തെങ്കിലും പ്രധാന വ്യക്തിൻ്റെ പേരുള്ള കോളേജാണെങ്കിൽ എന്തുകൊണ്ടാണ് ഏത് നിലയിലാണ് അവർ പ്രസിദ്ധൻ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം കോളേജിൻ്റെ പേര് ഉണ്ടാക്കൽ. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ എഴുതുന്ന പിന്നെ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലിയെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹസ്ബൻഡ് ജോലി റിലേറ്റഡ് കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. എന്നോട് ചോദിച്ചിരുന്നു അങ്ങനെ ഒരു ചോദ്യം. ഞാൻ UP ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അഗ്നിവീറൊക്കെ വന്നൊരു സമയത്തായിരുന്നു. അഗ്നിവീർ എന്ന് പറയുന്ന ഒരു കാര്യം കേന്ദ്രം ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ന്യൂസായിരുന്നു ആ പത്രത്തിലൊക്കെ വന്നിരുന്നത് ആ കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ആർമി ആയിട്ട് റിട്ടയർഡ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു ചോദ്യം ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചിട്ട് പോയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിഞ്ഞിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ നല്ല വശവും മോശം വശവും എല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഫസ്റ്റ് തന്നെ ചോദിച്ചു അതായിരുന്നു ഞാൻ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവർ ചോദിച്ചിരുന്നത്. അപ്പം അങ്ങനെ ഹസ്ബൻഡിൻ്റെ ജോലി റിലേറ്റഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ടൊക്കെ പോവാം. പിന്നെ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ അവർ നമ്മുടെ ഹോബി ഇമ്പോർട്ടൻ്റ് ആണ്. ഹോബി എന്ന് വെച്ചാൽ റീഡിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതാറുണ്ട്. ലിസണിങ് മ്യൂസിക് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ റീഡിംഗ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. റീഡിംഗ് എന്ന് വെച്ചാൽ നന്നായിട്ട് വായനയില്ലവർ മാത്രം റീഡിങ് എഴുതാൻ ശ്രദ്ധിക്കുക. റീഡിംഗ് എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ അവർ ചോദിക്കും മുന്നേ ഉള്ള ഏതെങ്കിലും ഒരു അത് ഇപ്പോൾ വായിച്ചു എങ്ങനെ വായിച്ചു, അതിലെ കഥാപാത്രങ്ങൾ ആരാണ്, ഇന്ന് ഇത് വായിച്ചപ്പോൾ അതിലെ ഇത് കാര്യങ്ങൾ കഥ എന്നെല്ലാം പറഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം റീഡിംഗ് ഒക്കെ എഴുതിയിട്ട് പോവുക. അല്ലാത്ത അവർ നമുക്ക് ഇഷ്ടമില്ല ഹോബീസൊക്കെ എഴുതാം. അപ്പോൾ പല ഹോബീസും നമ്മളിപ്പോൾ ഒരുവിധം എല്ലാ ഹോബീസ് എഴുതുമ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ച് എഴുതുക. എന്താ വെച്ചാൽ നമുക്കതെങ്ങനെ സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, കുട്ടികളിൽ നമുക്കതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൂടി ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഹോബീസ് എഴുതാൻ വേണ്ടി. ഇപ്പോൾ ഗാർഡനിങ് എഴുതുമ്പോൾ ആ ഗാർഡനിങ് നമുക്ക് സ്കൂളിൽ എങ്ങനെയാണ് അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചിലപ്പോൾ അവർ ചോദിച്ചേക്കാം. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ മൈൻഡിൽ നമ്മൾ സെറ്റാക്കി വെക്കുക. ആ സ്കൂളായിട്ട് റിലേറ്റ് കുട്ടികൾക്ക് അതെങ്ങനെ എന്തൊക്കെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കുട്ടികൾക്ക് ഈ ഒരു ഹോബി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് വെക്കുക. പിന്നെയെന്ന് വെച്ചാൽ ചില ആളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാറുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് UPൻ്റെ ക്ലാസ് എടുപ്പിച്ചിട്ടില്ല UPSC ഇൻ്റർവ്യൂവിന്. അപ്പോൾ ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, റോഡ് സൈഡ് ആയതുകൊണ്ട്. അപ്പോൾ അത് ക്ഷമിക്കുക. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് ക്ലാസ് എടുപ്പിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൻ്റെ വെച്ചാൽ നിങ്ങളൊന്ന് ഒരു 5ാം ക്ലാസ്സിൽ, ഒരു 6ാം ക്ലാസ്സിൽ, ഒരു 7ാം ക്ലാസ്സിൽ ഈ 3 ക്ലാസ്സിലെയും ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ ഏതാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോവുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു 5ാം ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങളോട് ക്ലാസ് എടുക്കാനായിരിക്കും പറയുക, അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ അങ്ങനെയായിരിക്കും പറയുക. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് പ്രിപ്പയർഡായിട്ട് പോവുക. ഏതെങ്കിലും ചിലപ്പോൾ അവർ പറയുന്ന ടോപ്പിക് എടുക്കാനും പറയാറുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ കയ്യിൽ വേണം എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ആകെ ടെൻഷനാവോ, അയ്യോ ഇതെൻ്റെ നാവിൻ തുമ്പത്തുണ്ട്, അയ്യോ അത് കിട്ടിയില്ല, അങ്ങനെയില്ലേ ഇത് കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയൊന്നും നമ്മൾ ഇതാക്കാണ്ടിരിക്കുക. നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല സാർ എന്നുള്ള രീതിയിൽ പറയാണ്ട് തല ചോദിക്കുക ഇപ്പം എൻ്റെ നാവിൻ തുമ്പിലുണ്ടായിരുന്നു സാർ, അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യുക പറയാതിരിക്കുക. നമ്മൾ അറിയില്ല സാർ എന്നറിയാം, അവിടെ തീർന്നു. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കും. നമുക്കറിയാം നമുക്ക് ടോപ്പിക്കൊക്കെ ബോർഡിൽ എഴുതണം ആദ്യം, അതിനുശേഷം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സ് ഇങ്ങനെയാക്കുക, സാരിയാണെങ്കിൽ അത് ഒന്ന് ശരിയാക്കുക, ചുരിദാറാണെങ്കിൽ ഷാള് ശരിയാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളെ കുട്ടിയെ ക്ലാസ് എടുക്കുക, നമ്മൾ എങ്ങനെയാണോ ഒരു ക്ലാസ് കുട്ടികളോട് നമ്മൾ പെരുമാറാൻ, കുട്ടികൾക്ക് എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത്, നമ്മൾ മുന്നിൽ ഇരിക്കുന്ന 3 ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ നമ്മളെ കുട്ടികൾ സ്റ്റുഡൻസ് ആണെന്നുള്ള രീതിയിൽ വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ. അതിൽ ഏറ്റവും പ്രധാനം ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് നമ്മൾ ക്ലാസ്സിന് ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് നല്ല രീതിയിൽ ഇൻട്രൊഡക്ഷൻ തുടങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ
ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ നന്നായാൽ അവർക്ക് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റത്തെ ക്ലാസ് നമുക്ക് പഠിച്ചിട്ട് പോയാലും ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പറയും മതി എന്നുള്ള രീതിയിൽ അവർ പറയാറുണ്ട്. സാധാരണ അതൊരു സമയം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നല്ലതായിട്ട് പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡ് മായ്ച്ചിട്ട് വേണം നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി. ബോർഡ് മായ്ക്കുക അതൊക്കെ അവർ ശ്രദ്ധിക്കും, ബോർഡ് മായ്ക്കുന്നത് ശ്രദ്ധിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മളെ പുതിയ വിദ്യാഭ്യാസ നയത്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. പൊതുവിദ്യാഭ്യാസ യജ്ഞം, ഖാദർ കമ്മിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. അതുപോലെ തന്നെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളോ എല്ലാം നോക്കി നിങ്ങൾ പോകണം. തിയറീസൊക്കെ ഒന്ന് നോക്കി പോവാം. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നത് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്കപ്പോൾ എന്താ തോന്നുന്നത് അതേ അവർ ചോദിക്കും. പിന്നെ ഇന്നത് നിർബന്ധമായി ചോദിക്കും, നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അതപ്പോൾ അവർക്ക് എന്താണോ ആ സമയത്ത് തോന്നുന്നത് അത് ചോദിക്കും. അതുപോലെ തന്നെ നമ്മളെ പേപ്പർ, നമ്മളെ ഇൻ്റർവ്യൂ നമുക്ക് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ ഒരാഴ്ചത്തെ ഒരു പേപ്പർ മൊത്തം നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അതിൽ ആ സമയത്തുള്ള ന്യൂസ് എന്താണെന്നൊക്കെ നോക്കുക. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വായിക്കാതിരിക്കരുത്. ആ സമയത്ത് പേപ്പേഴ്സൊക്കെ ഒന്ന് വായിക്കുക. അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന അന്ന് രാവിലെ വരെ അന്നത്തെ വരെയുള്ള പത്രം നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടി. പിന്നെ CA കാര്യങ്ങൾ, അതായത് നമ്മൾ ഇപ്പോഴത്തെ മന്ത്രിമാർ അതൊക്കെ നോക്കി വെക്കുക. അതായത് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ആദ്യം ചോദിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ എല്ലാ മന്ത്രിമാരെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലി റിലേറ്റഡ് ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പോൾ അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഇൻ്റർവ്യൂ തീരാറാകുമ്പോൾ എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജില്ലയിലെ കളക്ടറുടെ പേര് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഈ ലോകകാര്യങ്ങൾ മൊത്തം പഠിച്ചിട്ട് പോയിട്ട് ഞാൻ എൻ്റെ ജില്ലയിലെ കളക്ടറുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപാട് എന്നോട് ചോദിച്ചത് MP-യുടെ പേര് എന്നാണ്, നിങ്ങളെ MP-യുടെ പേര് എന്താണെന്ന് ചോദിച്ചു. അതും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. എന്തോ എനിക്ക് പെട്ടെന്ന് അതെനിക്ക് ഓർമ്മയിലേക്ക് വരുന്നുണ്ടായില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി നമ്മുടെ സ്വന്തം നാട്ടിലെ കാര്യങ്ങളും നമ്മുടെ ജില്ലയിലെ കളക്ടറുടെ പേരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ അതും നിങ്ങൾ നോക്കണം എന്നാണ് പറയുന്നത്. അത് നോക്കുക. പിന്നെ അപ്പോൾ അവരെന്നെ എന്നോട് പറയുന്നുണ്ട്, പിന്നെ ടീച്ചർ ഇപ്പോൾ പിന്നെ ഈ ഇൻ്റർവ്യൂവിൻ്റെ റൂം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയവാ ടീച്ചർക്ക് ചിലപ്പോൾ ഈ പേരുകളൊക്കെ ഓർമ്മ വരുമായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കും ഓർമ്മ വരാത്തത് എന്നോട് അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഇതാക്കി എന്താ പറയുക പേടിപ്പിക്കുന്ന തരത്തിൽ ഇൻ്റർവ്യൂ ഒന്നുമല്ല. നമ്മൾ കയറിയപാട് അവരെ നല്ല രീതിയിൽ നമ്മളെ ഫ്രണ്ട്സ് മാതിരി തന്നെ അങ്ങനെ വേണം പറയാം. നമ്മളൊരു കംഫർട്ടാക്കി ആ ഇൻ്റർവ്യൂവിലേക്ക് നമ്മൾ കൊണ്ടുവരിക. നമ്മൾ സാധാരണ വർത്താനം പറയുന്ന രീതിയിലാണ് അവർ നമ്മളോട് ചോദിക്കുക. നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇൻ്റർവ്യൂവിലില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മളെത്ര പ്രിപ്പയർ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ഒന്ന് പതറിപ്പോവാം. പക്ഷെ നമുക്ക് കിട്ടാത്ത കാര്യം നമ്മൾ അറിയില്ല സാർ എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അല്ലാണ്ട് നമ്മൾ വല്ലാണ്ട് എന്താ പറയുക, വല്ലാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയോ കാര്യം ഒന്നും വേണ്ട. പിന്നെ നല്ല രീതിയിൽ നമുക്ക് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നവർ നമുക്കറിയാം നല്ല രീതിയിലാണ് അവർ നമ്മളുള്ളിലെ പിന്നെ നമ്മളെ എന്താ പറയുക ചോദ്യം ചോദിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന മാതിരി തന്നെയാണ് അവർ ചോദ്യം ചോദിക്കുക. അപ്പോൾ ഇത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റിലായിട്ട് ചോദിച്ചോളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.